ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നതിന്റെ ലാസ്റ്റ് ഭാഗമായിട്ടാണ്. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് കണ്ണിനെ കുറിച്ചായിരുന്നു അല്ലെ, കണ്ണിന്റെ ഘടനയെ കുറിച്ചും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ നിയർ പോയിന്റും ഫാർ പോയിന്റും നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് അടുത്തുള്ള കാഴ്ച എത്രയാണ്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള കണ്ണാണെങ്കിൽ 25 സെന്റിമീറ്റർ ആണ് നമ്മളുടെ നിയർ പോയിന്റ് അല്ലെ. ഫാർ പോയിന്റ് എത്രയായിരുന്നു, ഇൻഫിനിറ്റി, അനന്തതയും ആയിരുന്നു. പക്ഷേ എല്ലാവരിലും ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലവരൊക്കെ കണ്ണട വെച്ച് കണ്ടിട്ടില്ലേ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാർ പോയിന്റും നിയർ പോയിന്റും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരുത്തി നമ്മളുടെ റെറ്റിനയിൽ തന്നെ കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു വസ്തുവിന്റെ പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണടയൊക്കെ വെക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ 3 തരം കണ്ണിന്റെ ചെറിയ പ്രശ്നങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ അല്ലെ ഷോർട്ട് സൈറ്റഡ്നെസ്, മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഈ വാക്കിൽ തന്നെ ഉണ്ട് ഷോർട്ട് ആയിട്ടുള്ള അല്ലെ, ഷോർട്ട് ആയിട്ടുള്ള അടുത്തുള്ളത് കാണാനായിട്ട് പറ്റും. ഹ്രസ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്, വളരെ ചെറുത് അല്ലെ. അപ്പോൾ അടുത്തുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും, പക്ഷെങ്കിൽ ദൂരെയുള്ളത് അല്ലെങ്കിൽ അകലെയുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഈ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന രോഗമുള്ള ആൾക്കാർക്കാണ് കേട്ടോ. അപ്പൊ അടുത്തുള്ളത് എന്താണ്, കാണാനായിട്ട് പറ്റും, പക്ഷെങ്കിൽ ദൂരെയുള്ളത് എന്താണ്, കാണാനായിട്ട് പറ്റില്ല. അതിനാണ് എന്ത് പറയുന്നത്, ഹ്രസ്വദൃഷ്ടി. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കണ്ണിന്റെ ഈ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി. ഈ ന്യൂനതയുള്ള ഒരാളുടെ കാഴ്ചാനുഭവത്തിന്റെ രേഖാചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ, ഒരു ചിത്രം കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മളുടെ കണ്ണുണ്ട്, ക്യൂ എന്ന് പറയുന്ന പോയിന്റും പി എന്ന് പറയുന്ന പോയിന്റും ഉണ്ട്. അപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റ് അകലെയുള്ളൊരു പോയിന്റ് ആണ് അല്ലെ. പി എന്ന് പറയുന്ന പോയിന്റ് ഒരു അകലെയുള്ള പോയിന്റ് ആണ്. അപ്പൊ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വസ്തു ഉണ്ട്. ആ വസ്തുവിനെ നമ്മൾ കാണണമെന്ന് വിചാരിച്ച് കണ്ണുകൊണ്ട് നോക്കി. അപ്പൊ എന്താ, ഈ വസ്തുവിൽ നിന്ന് പ്രകാശം ഇങ്ങനെ നമ്മളുടെ ഏത് ലെൻസ് ആയിരുന്നു, കോൺവെക്സ് ലെൻസ് ആയിരുന്നു അല്ലെ. കോൺവെക്സ് ലെൻസിലേക്ക് വന്ന് വീണ് എന്നിട്ട് എന്ത് ചെയ്യും, കോൺവെക്സ് ലെൻസ് ഒരു സംപ്രജിപ്പിക്കുന്ന ലെൻസ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, അത് സംപ്രജിപ്പിച്ച്. എവിടെയാണ് സംപ്രജിപ്പിച്ചത്, ഇവിടത്തേക്കാണ് അല്ലെ, ഈ ഒരു പോയിന്റിലാണ് അത് സംപ്രജിച്ചിട്ടുള്ളത്. ശരിക്കും എവിടെയായിരുന്നു വന്ന് വീഴേണ്ടത്, ഇവിടെ ആയിരുന്നു വന്ന് വീഴേണ്ടത് അല്ലെ. ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു വന്ന് വീഴേണ്ടത്. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എവിടെ വന്ന് വീഴണം, നമ്മളെ സ്ക്രീന് പോലെ ആക്ട് ചെയ്യുന്നത് ആരാണ്, നമ്മളുടെ റെറ്റിനയാണ് അല്ലെ. അപ്പൊ ഈ ഒരു റെറ്റിനയിൽ വന്ന് വീണ് കഴിഞ്ഞാലായിരുന്നു നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുക, പ്രതിബിംബം കാണാനായിട്ട് പറ്റുക. പക്ഷെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, റെറ്റിനയിൽ വന്ന് വീഴുന്നതിനേക്കാളും മുന്നേ ആയിട്ട് തന്നെ എന്ത് ചെയ്ത് ഇവിടെ ഒരു ഇമേജ് അല്ലെ, പ്രതിബിംബം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അല്ലെ, ദൂരെയുള്ള വസ്തുവിനെ കാണാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവിടെ നോക്ക്, അടുത്തുള്ള വസ്തു അല്ലെ, അടുത്തുള്ള വസ്തുവിനെ ആണെങ്കിൽ നോക്കിക്കോളൂ, അടുത്തുള്ള വസ്തു ആണെങ്കിൽ നമ്മള് അടുത്തുള്ള വസ്തു ആണെങ്കിൽ എവിടെയാണ് വന്ന് സംരചിച്ചിട്ടുള്ളത്, യെസ്, റെറ്റിനയിലാണ് വന്ന് സംരചിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഒരു ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അടുത്തുള്ളത് കാണാനായിട്ട് പറ്റും, പക്ഷെ അകലെയുള്ളത് അല്ലെങ്കിൽ ദൂരെയുള്ളത് കാണാനായിട്ട് പറ്റില്ല. കാരണം ദൂരെയുള്ളത് കാണുമ്പോൾ അത് റെറ്റിനയിലല്ല വന്ന് ഫോക്കസ് ചെയ്യുന്നത്, റെറ്റിനയുടെ തൊട്ട് മുമ്പായിട്ടാണ് അത് സംരചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ആകെ അടുത്തുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ, റെറ്റിനയിൽ തന്നെ സംരചിപ്പിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്താണ്, ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് കുറവാണ് അല്ലെ. ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ എഫ് അല്ലെ, എഫ് കുറവാണെങ്കിൽ പവർ എന്തായിരിക്കും, പവർ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഹ്രസ്വദൃഷ്ടിയുള്ളതാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താണ്, കുറവായിരിക്കും, പവർ എന്തായിരിക്കും, കൂടുതലുമായിരിക്കും. ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, പവർ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഐബോൾ ഉണ്ടല്ലോ,
അല്ലെ? ഈ ഒരു ഐബോളിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഐബോളിന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളത് കാണാനായിട്ട് പറ്റും, അകലെയുള്ളത് കാണാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും, പവർ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ആ ഒരു ഐബോളിന്റെ വലിപ്പം എന്തായിരിക്കും? വലുതും ആയിരിക്കും. വസ്തു കണ്ണിൽ നിന്ന് അകലെ പി എന്ന സ്ഥാനത്തായിരിക്കുമ്പോൾ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുന്നത്? പിയിലാണെങ്കിൽ എവിടെയാ പ്രതിബിംബം രൂപപ്പെടുന്നത്? റെറ്റിനയ്ക്ക് തൊട്ട് മുൻപായിട്ടാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുമോ? ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? റെറ്റിനയിൽ വന്ന് വീണാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? വസ്തു ക്യൂയിലായിരിക്കുമ്പോഴോ? ക്യൂയിലാണ് വസ്തു ഉള്ളതെങ്കിലോ? യെസ്, കറക്റ്റ്, റെറ്റിനയിൽ വന്ന് വീഴുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെ? ഇത്തരക്കാർക്ക് അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ലെ? നമുക്ക് നോക്കാം. ഈ ന്യൂനതയുള്ളവരുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല, കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും, അല്ലെ? ഈ ഒരു ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന ആൾക്ക് ദൂരെയുള്ളതാണ് കാണാനായിട്ട് പറ്റാത്തത്. അപ്പൊ ദൂരെയുള്ള കാണാനായിട്ട് പറ്റുന്നില്ല, അടുത്തുള്ളത് എന്താ? കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാരുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് അനന്തതയിലായിരിക്കില്ല. അത് എവിടെയായിരിക്കും? നമ്മളുടെ കണ്ണിന്റെ കുറച്ചും കൂടി ഒരു നിശ്ചിത അകലത്തിലായിരിക്കും ഈ പറയുന്ന ഹ്രസ്വദൃഷ്ടിയുള്ള ആൾക്കാരുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റാത്തത്. ഹ്രസ്വദൃഷ്ടിയുടെ കാരണം എന്തായിരിക്കാം? നേത്രഗോളത്തിന്റെ വലുപ്പം, കണ്ണിലെ ലെൻസിന്റെ പവർ എന്നിവയുമായി ബന്ധപ്പെടുത്തി കാരണം കണ്ടെത്താനാവുമോ? നേത്രഗോളത്തിന്റെ വലുപ്പം എന്താണ്? കൂടുതലായിരിക്കും, അല്ലെ? ലെൻസിന്റെ പവറും കൂടുതൽ ആയിരിക്കും. നിങ്ങളുടെ നിഗമനങ്ങൾ സയൻസ് ഡയറിയിൽ കുറിക്കുക. അപ്പോൾ ഹ്രസ്വദൃഷ്ടി കഴിഞ്ഞു. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അടുത്തുള്ളത് കാണാനായിട്ട് പറ്റും, അകലെയുള്ളത് കാണാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഹ്രസ്വദൃഷ്ടി മാറ്റുക? അല്ലെ? ഡോക്ടറെ അടുത്ത് പോയിട്ട് അടുത്തുള്ളത് മാത്രമേ കാണാനാവുന്നുള്ളൂ, ദൂരെയുള്ള കാണാനാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർ തരിക? യെസ്, കണ്ണടയിൽ ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് തരിക. എന്ത് ലെൻസാണ്? കോൺകേവ് ലെൻസ് വെച്ചിട്ട് തരും. അപ്പൊ ഈ കോൺകേവ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? വിവ്രജിക്കുന്ന ലെൻസാ, അല്ലെ? അപ്പൊ ഈ ഒരു കോൺകേവ് ലെൻസ് വെച്ചപ്പോൾ പ്രകാശം എന്താ? വിവ്രജിച്ചിട്ട് നമ്മളുടെ കണ്ണിന്റെ അകത്തുള്ള ലെൻസിലേക്ക് വന്ന് തട്ടി, കണ്ണിന്റെ അകത്തുള്ള ലെൻസ് എന്താ? സംപ്രജിക്കുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് റെറ്റിനയിൽ പോയിട്ട് സംപ്രജിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്തത്? മയോപ്പിയ ഉള്ള കണ്ണ്, അല്ലെ? മയോപ്പിയ ഉള്ള കണ്ണ് ഒരു കോൺകേവ് ലെൻസ് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലെങ്കിൽ എന്താ? റെറ്റിനയിൽ വന്ന് മുട്ടുന്നതിന് പകരം അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ എന്തെല്ലാം നമ്മൾ പഠിച്ചു? മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്, ഹ്രസ്വദൃഷ്ടി എല്ലാം ഒരാളെ തന്നെ പറയുന്നതാണ്, അല്ലെ? ഇയാൾക്ക് എന്താണ്? അടുത്തുള്ളത് കാണാനായിട്ട് പറ്റും, ദൂരെയുള്ളത് കാണാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു ന്യൂനം കണ്ണിന്റെ ഈ പ്രശ്നത്തിന് നമ്മൾ എന്താണ് ചെയ്യുക? യെസ്, ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുന്നത്. പരിഹരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. അടുത്താണ് ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റഡ്നെസ്, ഹൈപ്പർ മെട്രോപ്പിയ. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് എന്താ? ഈ പേരിൽ തന്നെ ഉണ്ട്. മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി അടുത്തുള്ള കാണാനായിട്ട് പറ്റും. ദീർഘദൃഷ്ടിയാണെങ്കിലോ ദൂരെയുള്ള അകലെയുള്ളത് കാണാനായിട്ട് പറ്റും, അടുത്തുള്ളത് കാണാനായിട്ട് പറ്റില്ല. ഇതിനെയാണ് എന്ത് പറയുന്നത്? ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ചിലർക്ക് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കണ്ണിന്റെ ഈ ന്യൂനതയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നതിന്റെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം 3.29 ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ? ഒരു ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ കണ്ണാണ്, അല്ലെ? അപ്പോൾ അടുത്തുള്ളത്, ദൂരെയുള്ളതാണെങ്കിൽ കാണാനായിട്ട് പറ്റും, അടുത്തുള്ളതാണെങ്കിലോ കാണാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഈ N' എന്ന് പറയുന്നത് അടുത്തുള്ളതാണ്, അല്ലെ? ഈ അടുത്തുള്ളത് എന്താ? നമ്മളുടെ റെറ്റിനയിൽ വന്ന് സംപ്രജിക്കുന്നതിന് പകരം റെറ്റിനേന്റെ പുറത്തേക്കാണ് പോകുന്നത്, അല്ലെ? റെറ്റിനേന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. എവിടെ വന്ന് വീഴണമായിരുന്നു? നമ്മളുടെ റെറ്റിനയിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു നമുക്ക് കാണാനായിട്ട്
കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഇത് പുറത്തേക്ക് വന്ന് വീണത് കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് എന്ന് നോക്കൂ, എന്ന് പറയുന്നത് അകലെയാണുള്ളത് അല്ലെ. അകലെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് കറക്റ്റായിട്ട് റെറ്റിനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംപ്രജിച്ച് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദൂരെ ഉള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷെ അടുത്തുള്ളത് കാണാനായിട്ട് പറ്റുന്നില്ല. ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള അകലം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാണാമല്ലോ. ചിത്രം നിരീക്ഷിച്ചതിൽ നിന്നും ദീർഘദൃഷ്ടിയുള്ള ഒരാൾക്ക് പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടുന്നില്ല എന്ന് മനസ്സിലായല്ലോ അല്ലെ. കൃത്യമായി പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്നുണ്ടോ, ഇല്ല, അതിന് പുറത്തേക്കായിട്ടാണ് രൂപപ്പെടുന്നത്. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദീർഘദൃഷ്ടി ദൂരെയുള്ളത് കാണാനാവുന്ന ആൾക്കാരുടെ നിയർ പോയിന്റ് എത്രയായിരിക്കും, 25 സെന്റിമീറ്ററിൽ കൂടുതൽ ആയിരിക്കും. നേത്രഗോളത്തിന്റെ വലുപ്പം, കണ്ണിലെ ലെൻസിന്റെ പവർ എന്നിവയുമായി ബന്ധപ്പെടുത്തി ഈ ന്യൂനതയ്ക്കുള്ള കാരണം കണ്ടെത്തുക. ഇവിടെ നോക്ക്, ഇവിടെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഫോക്കൽ ലെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോക്കൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പവർ എന്ത് ചെയ്യും, കുറയും അല്ലെ. പവർ കുറയും. നേത്രഗോളത്തിന്റെ വലുപ്പമോ അതും കുറവാണ് വരിക. നേത്രഗോളത്തിന് വലുപ്പം എന്തായിരിക്കും, കുറവായിരിക്കും. ലെൻസിന്റെ പവറും കുറവായിരിക്കും. അപ്പൊ ദീർഘദൃഷ്ടി എങ്ങനെ പരിഹരിക്കാം, നമ്മൾ നേരത്തെ കണ്ട ഹ്രസ്വദൃഷ്ടി എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത്, ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് പരിഹരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രം നോക്ക്, ഇവിടെയുള്ള ഈ ഒരു ദീർഘദൃഷ്ടി നമുക്ക് എങ്ങനെ പരിഹരിക്കാം, യെസ്, ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് കൊടുത്താൽ മതി അല്ലെ. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് കൊടുത്ത് കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും, സംപ്രജിപ്പിക്കും അല്ലെ. അപ്പൊ ഈ ലൈറ്റിനെ ഇങ്ങോട്ടേക്ക് വരുത്തും അല്ലെ. ഈ ഒരു ലെൻസിലേക്ക് വന്ന് വീണ് ഈ ഒരു ലെൻസിൽ പിന്നെയും എവിടത്തേക്ക് പോകും, നമ്മുടെ റെറ്റിനയിലേക്ക് വരും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എവിടത്തെ തന്നെ ഇമേജിനെ കിട്ടും, പ്രതിബിംബത്തിനെ കിട്ടും, യെസ്, റെറ്റിനയിൽ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് നല്ല സുഖമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് എന്ത്, ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും. ക്ലിയർ ആയിനല്ലോ അല്ലെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്താണ് എന്ത്, വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്യ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായം ചെല്ലും തോറും നമ്മളുടെ അച്ചാച്ചന്മാരോ അല്ലെ അമ്മൂമ്മമാരോ അവരൊക്കെ കണ്ണട വെക്കുന്ന കാണാം. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായം ചെല്ലും തോറും നമ്മളുടെ കണ്ണിന്റെ ലെൻസിനെ പിടിച്ചു വലിക്കുന്ന ഒരു സിലിയറി മസിൽസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലെ. ആ ഒരു സിലിയറി മസിൽസ് മര്യാദയ്ക്ക് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കാരണം നമ്മളുടെ ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടാനും കുറക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് പവർ ഓഫ് അക്കമഡേഷൻ അല്ലെ, ആ പവർ ഓഫ് അക്കമഡേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെ വരുന്ന രോഗമാണ് എന്ത്, പ്രസ് ബയോപ്യ, വെള്ളെഴുത്ത്. ആരോഗ്യമുള്ള കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്, 25 സെന്റിമീറ്റർ ആണ്. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കും. ഇതിന് കാരണം സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കമഡേഷൻ ഉള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത്. ഇതിനെയാണ് നമ്മൾ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യം നമ്മൾ പഠിച്ചു, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. 3 മനസ്സിലാക്കി വെക്കാം. പ്രസ് ബയോപ്യ അല്ലെ വെള്ളെഴുത്ത് ബൈകോൺകേവ് ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. മയോപ്യ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ആണെങ്കിൽ എന്താ, നമ്മൾ കോൺകേവും, ദീർഘദൃഷ്ടിയാണെങ്കിൽ നമ്മൾ കോൺവെക്സുമാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്താണ് പ്രകാശ മലിനീകരണം, ലൈറ്റ് പൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് പ്രകാശം അനിവാര്യമെങ്കിലും കൃത്രിമ പ്രകാശം ജീവമണ്ഡലത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നമുക്ക് നിത്യജീവിതത്തിന് എന്താ, പ്രകാശത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. പക്ഷെങ്കിൽ എന്താ, കൃത്രിമമായിട്ട് ഉണ്ടാവുന്ന പ്രകാശം എന്താ, നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അമിതമായ അളവിലും തീവ്രതയിലും കൃത്രിമ പ്രകാശം സൃഷ്ടിക്കപ്പെടുന്നതിനെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. എന്താണ്, അമിതമായ അളവിലും തീവ്രതയിലും കൃത്രിമ പ്രകാശം സൃഷ്ടിക്കപ്പെടുന്നതിനെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. ഇപ്പൊ റോഡ് സൈഡിലും അല്ലെങ്കിൽ ബിൽഡിങ്സിലും ഷോപ്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇങ്ങനെ വേണ്ടാണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് LED-യും അതും ഇതും ഒക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കുന്നത് അല്ലെ. അതൊക്കെ എന്താ, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതിനെ കൊണ്ട് എന്താണ്, നമുക്ക് പ്രകാശ മലിനീകരണമാണ് സംഭവിക്കുന്നത്.
പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. നീ നിശാചരികളായ പല ജീവികളുടെയും പ്രജനനം, ഇരതേടൽ എന്നിവയെ കൃത്രിമ പ്രകാശം ദോഷകരമായി ബാധിക്കുന്നു അല്ലെ. നമ്മളുടെ എന്താണ് വവ്വാലുകളും പിന്നെ മൂങ്ങകളും അങ്ങനെ രാത്രി ഇര പിടിക്കുന്ന കുറേ ജീവികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ പ്രകാശം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ, ഇതൊക്കെ തടസ്സപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെയും മാനസിക ശാരീരിക രോഗത്തെയും കൃത്രിമ പ്രകാശത്തിന്റെ ആധിക്യം ദോഷകരമായി ബാധിക്കുന്നു അല്ലെ. നമ്മളുടെ മനുഷ്യരിൽ പോലും എന്താ, നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ളയും മെന്റൽ ആയിട്ടുള്ളയും എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. പ്രകാശ മലിനീകരണത്തിന്റെ മറ്റ് അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള. ഏതൊക്കെയാ? രാത്രി കാലങ്ങളിലെ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെ. രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിനെ കാണാനൊന്നും പറ്റൂല അല്ലെ. നമുക്ക് കണ്ണ് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്, അതൊരു പ്രശ്നമാണ്. ആകാശ കാഴ്ച മറയ്ക്കുന്നത് മൂലം വാന നിരീക്ഷണം ബുദ്ധിമുട്ടുള്ളതാക്കുന്നു അല്ലെ. ആകാശ കാഴ്ച നമ്മൾ രാത്രിയാണ് വാന നിരീക്ഷണമൊക്കെ നടത്തുക. അപ്പോൾ നല്ല പ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ എന്താ, അതിനൊക്കെ തടസ്സം ഉണ്ടാക്കും. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു അല്ലെ. വലിയ വലിയ ഫ്ലാറ്റിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ, ലൈറ്റ് കണ്ടിട്ട് ഈ ഒരു ദേശാടന പക്ഷികളുടെ ദിശയൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം. അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വിലയിരുത്താമാണ്. അത് അടുത്ത വീഡിയോയിലൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.